ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ടി വി എസ് ജൂപ്പിറ്റർ 110 ലേറ്റസ്റ്റ് ആയിട്ട് വന്ന വൺ ഓഫ് ദ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു 110 cc സ്കൂട്ടർ തന്നെയാണ് ടി വി എസിൻ്റെ ജൂപ്പിറ്റർ 110 എന്ന് പറഞ്ഞ മോഡൽ. അപ്പോൾ ഈ ഒരു മോഡലിൻ്റെ ഒരു വാക്ക് ആൻഡ് റിവ്യൂ കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ചാനലിൽ റീസെൻ്റ്ലി അപ്ലോഡ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ കാണാത്തൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് കാര്യങ്ങൾ ഞാൻ ഐ ബട്ടണിലും അതുപോലെ ഡിസ്ക്രിപ്ഷൻ കാര്യങ്ങളും നൽകിയേക്കാം. ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. പക്ഷേ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഈ ഒരു വണ്ടിയുടെ 4 വേരിയൻറ്റ് കാര്യങ്ങൾ അവൈലബിൾ ആണ്. അപ്പോൾ ഈ 4 വേരിയൻറ്റ് കാര്യങ്ങളുടെ ആ ഒരു ഫീച്ചേഴ്സ്, അതുപോലെ എന്തൊക്കെയാണ് ഡിഫറൻസ് കാര്യങ്ങൾ വന്നിട്ടുള്ളത്, പ്രൈസിങ് കാര്യങ്ങൾ, അങ്ങനെ എല്ലാമാണ് നോക്കാൻ പോകുന്നത്. കാരണം ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ തന്നെ കാണുന്നത് ആ ഒരു ഇൻഫിനിറ്റി ബാറും കാര്യങ്ങളുള്ള ആ ഒരു ഡിസൈനും കാര്യങ്ങളാണ് മെയിനായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എല്ലാ മോഡലിലും ഈ സെയിം ഇൻഫിനിറ്റി ബാർ കാര്യങ്ങൾ വരുന്നില്ല. അതുപോലെ തന്നെ ടി വി എസിൻ്റെ ഐഗോ അസിസ്റ്റ് എന്ന് പറഞ്ഞ ഫീച്ചറും കാര്യങ്ങളും ഉണ്ട്. ലൈക്ക് തന്നെ ഹൈബ്രിഡ് പോലെ വർക്ക് ചെയ്യുന്ന ആ ഫീച്ചേഴ്സ് കാര്യങ്ങൾ എല്ലാ വേരിയൻറ്റ് കാര്യങ്ങളിലും അവൈലബിൾ അല്ല. സോ ഇത്രയും ഡിഫറൻസ് കാര്യങ്ങൾ ഈ ഒരു മോഡൽസ് തമ്മിൽ വരുന്നുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണ്, ഏതൊക്കെയാണ് അതിൻ്റെ ഫീച്ചർ ഡിഫറൻസ് വരുന്നത്, പ്രൈസിങ് കാര്യങ്ങൾ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുന്നത് എന്നെല്ലാം നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ട്. സോ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോയാലോ. ഫസ്റ്റ് നമുക്ക് വരുന്നത് ജൂപ്പിറ്ററിൻ്റെ 110 cc തന്നെ ടോപ്പ് ഓഫ് ദ ലൈനിൽ വരുന്ന മോഡലാണ്. അപ്പോൾ ഈ ഒരു മോഡൽ വരുന്നത് സ്മാർട്ട് എക്സ് കണക്റ്റും അതുപോലെ തന്നെ ഡിസ്കും വരുന്നൊരു മോഡലാണ്. അപ്പോൾ ഈ ഒരു മോഡലിൽ നമുക്ക് നോക്കുവാണെങ്കിൽ ബ്ലൂ കളറാണ് വരുന്നത്, മാറ്റ് ബ്ലൂ ആണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബ്ലൂ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു കളറും കാര്യങ്ങളായിട്ട് ഈ ഒരു മോഡൽ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ടോപ്പിലായിട്ട് ആ ഒരു ബ്ലാക്ക് ഫിനിഷും കാര്യങ്ങളാണ്, ഗ്ലോസി ഫിനിഷ് ആയിട്ടുള്ള ഒരു വൈസർ പോർഷൻ കാര്യങ്ങളൊക്കെയാണ് നൽകിയിട്ടുള്ളത്. അത്യാവശ്യം നല്ലൊരു പെയിൻറ്റിങ് ക്വാളിറ്റി കാര്യങ്ങളും അതുപോലെ തന്നെ ആ ഒരു ഡിസൈൻ വർക്കും കാര്യങ്ങളെല്ലാം നൈസായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. സോ ഫ്രണ്ടിൽ നമുക്കൊരു ഇൻഫിനിറ്റി ബാറും കാര്യങ്ങളും നൽകിയിട്ടുണ്ട്. സോ DRLും ഇൻഡിക്കേറ്റർ കാര്യങ്ങളും ഈ ഒരു ഇൻഫിനിറ്റി ബാറിലും കാര്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ ആ ഒരു എഡ്ജ് പോർഷനിൽ, ഒരു സെൻട്രൽ എഡ്ജ് പോർഷനിലായിട്ട് ഒരു ബ്ലാക്ക് കളറും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. സോ അത് അത്യാവശ്യം നല്ല രീതിയിൽ ലുക്കും കാര്യങ്ങളൊക്കെ നൽകുന്നുണ്ട്. പിന്നെ ഈ ഒരു മോഡലിൽ നമുക്ക് ഫ്രണ്ടിൽ നോക്കുവാണെങ്കിൽ ടയർ സൈസ് വരുന്നത് 12 ഇഞ്ച് അലോയ് വീൽസ് കാര്യങ്ങളൊക്കെയാണ് നൽകിയിട്ടുള്ളത്. അതുപോലെ ടെലസ്കോപ്പിക് സസ്പെൻഷനാണ് നൽകിയിട്ടുള്ളത്. 90/90 ആണ് ടയർ സൈസ് കാര്യങ്ങൾ നൽകിയിട്ടുള്ളത്. ഫ്രണ്ടിൽ നമുക്ക് ഡിസ്ക് ബ്രേക്ക് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നൽകിയിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു വീൽ ബേസ് കാര്യങ്ങളൊക്കെ ഈ ഒരു മോഡൽ നൽകിയിട്ടുണ്ട്. ഫ്രണ്ടിലാണെങ്കിലും അത്യാവശ്യം നല്ലൊരു ഫുഡ് സ്പേസ് കാര്യങ്ങളൊക്കെയും ഈ ഒരു മോഡലിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിൽ ഒരു ഗ്യാസ് ഊറ്റി കയറാൻ പറ്റിയുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഈ ഒരു മോഡൽ നൽകിയിട്ടുണ്ട്. റയറിൽ നമുക്ക് ജൂപ്പിറ്റർ എന്ന് പറഞ്ഞാൽ 3D എംബ്ലം കാര്യങ്ങളും അതുപോലെ തന്നെ സെയിം രീതിയിലുള്ള ഇൻഫിനിറ്റി ബാറായിട്ടുള്ളൊരു ബ്രേക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെയാണ് നൽകിയിട്ടുള്ളത്. പിന്നെ സീറ്റിൻ്റെ പൊസിഷനിലാണെങ്കിൽ അത്യാവശ്യം നല്ല വൈഡാണ് സീറ്റ്. പിന്നെ ഈ ഒരു മോഡൽ നമുക്ക് ഡിജിറ്റൽ മീറ്റർ കൺസോൾ കാര്യങ്ങളൊക്കെയാണ് നൽകിയിട്ടുള്ളത്. ഇവിടെ നമുക്ക് ടി വി എസിൻ്റെ ഐഗോ അസിസ്റ്റിൻ്റെ ഒരു സ്വിച്ചും കാര്യങ്ങളും നൽകിയിട്ടുണ്ട്. നമുക്കൊരു 2 ലിറ്റേഴ്സിൻ്റെ ഒരു ഗ്ലൗ ബോക്സ് കാര്യങ്ങളും അതുപോലെ തൊട്ട് മേളിലായിട്ട് ഒരു ചാർജിങ് USB പോർട്ട് കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് കേട്ടോ. സോ അത്യാവശ്യം നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഏരിയ തന്നെയാണ് അത് നൽകിയിട്ടുള്ളത്. പിന്നെ ഇവിടെയായിട്ട് നമുക്ക് ആ ഒരു കാർബൺ ഫൈബർ രീതിയിലുള്ള ഒരു ഗ്ലോസി ആയിട്ടുള്ള ഒരു ഫിനിഷിങ് കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. ടച്ച് പാനൽ കാര്യങ്ങളിൽ ആ ഒരു പാനൽ പോർഷൻ കാര്യങ്ങൾ. പിന്നെ ലെഫ്റ്റ് സൈഡിൽ നമുക്കൊരു ഡിമ്മും ബ്രൈറ്റും പിന്നെ ഒരു ഹസാർഡിൻ്റെ സ്വിച്ചും ഓഫ് കോഴ്സ് അവിടെ ഒരു ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. ബ്രേക്ക് വരുമ്പോൾ നമുക്ക് ഈ ഒരു ഇൻഫിനിറ്റി ബാർ കാര്യങ്ങൾ ഈ ഒരു സൈഡിലായിട്ടാണ് അതിൻ്റെ ഇൻഡിക്കേറ്റർ കാര്യങ്ങൾ വരുന്നത്. അത്യാവശ്യം നല്ല വിസിബിൾ കാര്യങ്ങളാണല്ലോ. പിന്നെ സീറ്റ് കാര്യങ്ങളാണെങ്കിലും നല്ലൊരു സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെയാണ്. അത്യാവശ്യം നല്ല വൈഡറും അതുപോലെ കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റാണ്. ഫ്രണ്ടിൽ നമുക്കൊരു ലഗേജ് ഹുക്കിങ് കാര്യങ്ങളൊക്കെ നമുക്ക് നൽകിയിട്ടുണ്ട് ഓൾറെഡി. പിന്നെ നമുക്ക് നെക്സ്റ്റ് കളർ വേരിയൻറ്റ് വരുന്നത് ഈ ഒരു കോപ്പർ മാറ്റ് എന്ന് പറഞ്ഞ കളറാണ്. അപ്പോൾ ഈ ഒരു കളറും മാറ്റ് ഫിനിഷ് തന്നെയാണ് കേട്ടോ, ഗ്ലോസി ഫിനിഷ് അല്ല വരുന്നത്. പിന്നെ ലെയർ പോർഷനിലായിട്ട് നമുക്ക് ആ ഒരു സെയിം ബ്ലാക്കിൻ്റെ ഒരു കോമ്പിനേഷൻ കാര്യങ്ങളാണ്, കളർ കോമ്പിനേഷൻ കാര്യങ്ങൾ നൽകിയിട്ടുള്ളത് കേട്ടോ. പിന്നെ ഈ ഒരു മോഡൽ ബ്രേക്ക് കാര്യങ്ങളാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പാനിക് ബ്രേക്ക് അലർട്ട് കാര്യങ്ങളൊക്കെയും ഇതിൽ അവൈലബിൾ ആണ് കേട്ടോ. സോ ലെയർ പോർഷനിൽ ആ ഒരു 2 ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങളും ബ്ലിങ്ക് ആവുകയും അതുപോലെ തന്നെ ഒരു ഇൻഡിക്കേഷൻ സൗണ്ട് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഈ ഒരു മോഡലിൽ. പിന്നെ ഈ ഒരു ടോപ്പ് ഓഫ് ദ വേരിയൻറ്റിൽ നമുക്ക് കിക്ക് സ്റ്റാർട്ട് കാര്യങ്ങൾ നിലവിൽ അവൈലബിൾ അല്ല. ബാക്കിയുള്ള വേരിയൻറ്റ്സ് കാര്യങ്ങളിൽ കിക്ക് സ്റ്റാർട്ട് അവൈലബിൾ ആണ്. പക്ഷേ ടോപ്പ് ലൈനിലേക്കുന്ന ഈ ഒരു മോഡലിൽ കിക്ക് സ്റ്റാർട്ട് അവൈലബിൾ അല്ല. പിന്നെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമുക്ക് ആ ഒരു ഫ്യൂലിഡ് കാര്യങ്ങൾ നൽകിയിട്ടുള്ളത്. ഫ്രണ്ട് പോർഷനിൽ നമുക്ക് ആ ഒരു ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഫ്യൂലിഡ് കാര്യങ്ങൾ. സോ ഇച്ചിരി ഈസിയാണ് ആ ഒരു ഫ്യൂൽ ഗേജ് കാര്യങ്ങൾ ഓപ്പൺ ആക്കുക കാര്യങ്ങളൊക്കെ. അത്യാവശ്യം നല്ല വിസിബിൾ ആയിട്ടുള്ള ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു മീറ്റർ കൺസോൾ കാര്യങ്ങളാണ് കേട്ടോ ഈ ഒരു മോഡലിൽ നൽകിയിട്ടുള്ളത്. ഫുള്ളി ഡിജിറ്റൽ ആണ്. പിന്നെ നെക്സ്റ്റ് കളർ വേരിയൻറ്റ് വരുന്നതാണ് നമുക്ക് സ്റ്റാർലൈറ്റ് ബ്ലൂ ആണ്. അത് ഗ്ലോസി ഫിനിഷാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ലൈനിൽ തന്നെ നമുക്ക് ഗ്ലോസി ഫിനിഷ് വരുന്ന ഒറ്റൊരു മോഡലിൽ ഈ ഒരു സ്റ്റാർലൈറ്റ് ബ്ലൂ ആണ് വന്നിട്ടുള്ളത്. ബാക്കി 2 മോഡൽസും നമുക്ക് ആ ഒരു മാറ്റ് ഫിനിഷ് കാര്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. ഇത് അത്യാവശ്യം നല്ലൊരു ലുക്കും കാര്യങ്ങളും ഉള്ളതാണ്. ഒരു ഡുവൽ കളർ ടോൺ രീതിയിലാണ് ഫീൽ ചെയ്യുന്നത്. ലൈക്ക് ഒരു ഡാർക്ക് രീതിയിലുള്ള ഒരു ബ്ലൂവും അതുപോലെ തന്നെ
നല്ല വെളിച്ചടിക്കുമ്പോൾ ഒരു ലൈറ്റ് ബ്ലൂ ഉള്ള രീതിയിൽ ഒരു ഗ്ലോസി ആയിട്ട് തോന്നുന്നുണ്ട്. സോ അത് അത്യാവശ്യം നല്ലൊരു ലുക്കും കാര്യങ്ങളും ആ ഒരു മോഡലിൽ നൽകുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് നമുക്ക് ഡ്രം വിത്ത് അലോയ് വീൽ വരുന്ന ഒരു വേരിയൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ കളർ വരുന്നത് ലൂണാർ വൈറ്റ് ഗ്ലോസിയാണ് നൽകിയിട്ടുള്ളത്. സോ അത്യാവശ്യം നല്ലൊരു ലുക്ക് കാര്യങ്ങളുള്ള ഒരു പ്യുവർ വൈറ്റിങ് കാര്യങ്ങളാണ് നൽകിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഫ്രണ്ട് പോർഷനിൽ നമുക്ക് ആ ഒരു ഇൻഫിനിറ്റി ബാറിന് പകരം ഹാലിജൻ കാര്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. ഇനി മീറ്ററിൻ്റെ പോർഷനോട് നോക്കുകയാണെങ്കിൽ നമുക്ക് അനലോഗാണ് നൽകിയിട്ടുണ്ട്. ഡിജിറ്റൽ മീറ്റർ കൺസോൾ കാര്യങ്ങളൊന്നും ഇതിനകത്ത് അവൈലബിൾ അല്ല. സ്വിച്ച് ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ എന്ന് പറഞ്ഞ കാര്യമേ ഈ ഒരു വേരിയൻറ്റിൽ അവൈലബിൾ അല്ല എന്നുള്ളത് ഓർത്തുകൊള്ളുക. അതുപോലെ തന്നെ ഐഗോ അസിസ്റ്റും ഈ ഒരു മോഡലിൽ നിലവിൽ അവൈലബിൾ അല്ല. ഐഗോ അസിസ്റ്റ് നമുക്ക് ആ ടോപ്പ് വരുന്ന സ്മാർട്ട് കണക്റ്റ് വരുന്ന 2 വേരിയൻറ്റിന് അവൈലബിൾ ഉള്ളൂ. പിന്നെ ബാക്കിയെല്ലാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മോഡലിൽ നമുക്ക് കാര്യമായ ഡിഫറൻസ് കാര്യങ്ങൾ വരുന്നില്ല. പിന്നെ ബ്രേക്ക് വരുന്നില്ല, ഡിസ്ക് ബ്രേക്ക് കാര്യങ്ങൾ വരുന്നില്ല ഈ ഒരു മോഡൽ. ഇപ്പോൾ ടൈറ്റാനിയം ഗ്രേ മാറ്റാണ് ഈ ഇരിക്കുന്ന ഒരു വേരിയൻറ്റ്. ഇപ്പോൾ ഈ ഒരു മോഡലും സെയിം തന്നെയാണ്. നമുക്ക് ഡ്രം വിത്ത് അലോയ് വീൽ വരുന്നൊരു വേരിയൻ്റാണ്. ഫ്രണ്ടിലും നമുക്ക് ആ ഒരു ഹാലിജൻ ഇൻഡിക്കേറ്റർ കാര്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. സെയിം ഇൻഫിനിറ്റി ഡിസൈൻ ആണെങ്കിൽ ഹാലിജനാണ് നൽകിയിട്ടുള്ളത്. പിന്നെ 12 ഇഞ്ച് അലോയ് വീൽസ് കാര്യങ്ങളെല്ലാം സെയിം തന്നെയാണ് ഈ ഒരു വേരിയൻറ്റിൽ. ഐഗോ അസിസ്റ്റും അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് കണക്റ്റ് കാര്യങ്ങളും അങ്ങനത്തെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഈ ഒരു വേരിയൻറ്റിൽ ഫ്രണ്ടിൽ നമുക്ക് ആ ഒരു ഇൻഫിനിറ്റി ബാറും കാര്യങ്ങളും ഇല്ല. അതാണ് മെയിനായിട്ട് വരുന്ന ഡിഫറൻസ്. ഫീച്ചർ വൈസ് ബാക്കിയുള്ള ഒറ്റ കാര്യത്തിലും ചേഞ്ച് കാര്യങ്ങളൊന്നും ഈ ഒരു മോഡൽ വരുന്നില്ല. സെയിം ലെഗ് റൂം തന്നെ, അതുപോലെ തന്നെ സെയിം ആയിട്ടുള്ള സീറ്റ് കാര്യങ്ങൾ, അതിൻ്റെ ബൂട്ട് സ്പേസ് കാര്യങ്ങൾ സെയിം തന്നെ. ഇനി ലാസ്റ്റ് വരുന്നതാണ് നമുക്ക് ഈ ഒരു മോഡൽ. സോ ഈ ഒരു മോഡലിൽ നമുക്ക് ഡ്രം വേരിയൻറ്റ് കാര്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അലോയ് വീൽസ് കാര്യങ്ങൾ അവൈലബിൾ അല്ല. നമുക്ക് നോർമൽ റിമ്മാണ് വരുന്നത്. മെറ്റിയോർ റെഡ് ഗ്ലോസിയാണ് ഈ ഒരു മോഡലിൻ്റെ കളർ നെയിം കാര്യങ്ങൾ വരുന്നത്. സെയിം പോലെ തന്നെ മറ്റേ പ്രീവിയസ് മോഡൽ പോലെ തന്നെ ഇതിനകത്ത് ഇൻഫിനിറ്റി ബാറൊന്നുമില്ല. നോർമൽ ഹാലിജൻ ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെയാണ് ഫ്രണ്ടിൽ നൽകുന്നത്. ഡിസൈൻ സെയിം തന്നെ വന്നിട്ടുണ്ടെന്നുള്ളൂ. പിന്നെ ഫ്രണ്ടിൽ നമുക്ക് അലോയ് വീലിന് പകരം ഡ്രം വീൽ കാര്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. നോർമൽ റിം കാര്യങ്ങളൊക്കെയാണ് നൽകിയിട്ടുള്ളത്. ബാക്കി സ്പെസിഫിക്കേഷൻ വൈസ് സെയിം തന്നെയാണ്. ഫ്രണ്ടിൽ നമുക്ക് ടെലസ്കോപ്പിക് സസ്പെൻഷൻ നൽകിയിട്ടുണ്ട്. റയർ പോർഷനിൽ നമുക്ക് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സസ്പെൻഷൻ കാര്യങ്ങളാണ്. ഐഗോ അസിസ്റ്റ് പോലുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്നും ഈ ഒരു 2 വേരിയൻറ്റ്സ് കാര്യങ്ങളും നിലവിൽ അവൈലബിൾ ആണ്. നമുക്ക് ടോപ്പിലിരിക്കുന്ന 2 മോഡൽസ് കാര്യങ്ങളായ ഡ്രം വിത്ത് സ്മാർട്ട് എക്സ് കണക്റ്റും അതുപോലെ ഡിസ്ക് വിത്ത് സ്മാർട്ട് എക്സ് കണക്റ്റും ഈ 2 വേരിയൻറ്റ് കാര്യങ്ങളാണ് ഈ ഒരു ഫുള്ളി ഡിജിറ്റൽ മീറ്റർ കൺസോൾ, അതുപോലെ തന്നെ ഇൻഫിനിറ്റി ബാറ്, അങ്ങനത്തെ ഐഗോ അസിസ്റ്റ് പോലുള്ള ഫീച്ചേഴ്സ് എല്ലാം അവൈലബിൾ ആയിട്ടുള്ളൂ. സോ അത് മസ്റ്റായിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക. കാരണം ഇപ്പം മെയിനായിട്ടും അഡ്വർടൈസ്മെൻറ്റ് അതുപോലെ എല്ലാവരും എടുത്ത് കാണിക്കുന്നത് ഈ ഒരു ടോപ്പിലിരിക്കുന്ന വേരിയൻറ്റ് കാര്യങ്ങളാണ്. നമ്മൾ എടുക്കാൻ പോകുമ്പോഴും ഈ ഒരു ടോപ്പ് വേരിയൻറ്റ് കാര്യങ്ങൾ നോക്കിയായിരിക്കും പോകുന്നത്. സോ പ്രൈസ് കാര്യങ്ങൾ നോക്കുമ്പോൾ ബേസ് വേരിയൻറ്റിൻ്റെ കാര്യങ്ങൾ നല്ലൊരു പ്രൈസ് ഡിഫറൻസ് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു വേരിയൻറ്റ് കാര്യങ്ങളിൽ ഇത്രയും ഫീച്ചേഴ്സ് കാര്യങ്ങൾ നിലവിൽ അവൈലബിൾ ആയിരിക്കില്ല. ഇനി പ്രൈസിങ്ങിൻ്റെ ഭാഗത്തോട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും ടോപ്പ് വേരിയൻറ്റ് വരുന്ന ഡിസ്ക് വിത്ത് സ്മാർട്ട് എക്സ് കണക്റ്റിന് വരുന്നത് 93K അടുത്താണ് അതിൻ്റെ പ്രൈസും കാര്യങ്ങളും വരുന്നത്. എക്സ്ഷോറൂം പ്രൈസ് ആണ് കേട്ടോ ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ ഡ്രം വിത്ത് സ്മാർട്ട് എക്സ് കണക്റ്റ് വരുന്നത് 89K അടുത്താണ് ഇതിൻ്റെ ഷോറൂം പ്രൈസ് കാര്യങ്ങൾ വരുന്നത്. പിന്നെ ഡ്രം വിത്ത് അലോയ് വീലിന് വരുന്നത് 85K സംതിങ് ആണ് ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളും വരുന്നത്. ഡ്രം വേരിയൻറ്റ്, അതായത് നോർമൽ ഡ്രം വേരിയൻറ്റ് കാര്യങ്ങൾ വരുന്നത് അറൗണ്ട് ഒരു 80K ആണ് ഇതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് കാര്യങ്ങൾ വരുന്നത്. ഞാനിപ്പോൾ കൊച്ചിയിലെ ബേസിലാണ് ഇതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് കാര്യങ്ങൾ വരുന്നത്. ആക്ച്വൽ പ്രൈസ് കാര്യങ്ങൾ ഞാനിപ്പോൾ സ്ക്രീനിൽ നൽകിയേക്കാം, അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയേക്കാം. എക്സ്ഷോറൂം പ്രൈസാണ് നൽകിയിട്ടുള്ളത്. സോ ഓൺ റോഡ് പ്രൈസ് കാര്യങ്ങൾ നോക്കിയിട്ട് കിട്ടിയില്ല, അതുകൊണ്ടാണ് എക്സ്ഷോറൂം പ്രൈസ് കാര്യങ്ങൾ നൽകിയിട്ടുള്ളത്. ഓൺ റോഡ് പ്രൈസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും അത് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാര്യങ്ങളിലൊക്കെ നൽകിയേക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വേരിയൻസ് കാര്യങ്ങളും അതിൻ്റെ ഫീച്ചേഴ്സ് ഡിഫറൻസ് കാര്യങ്ങളും പ്രൈസ് ഡിഫറൻസ് കാര്യങ്ങളും. സോ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തില്ല, ഷോർട്ടായിട്ട് നമുക്ക് ഉള്ളതും ഇല്ലാത്ത ഫീച്ചേഴ്സും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു മോഡലിൻ്റെ ഫുൾ സ്പെസിഫിക്കേഷൻസോ കാര്യങ്ങളോ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഓൾറെഡി ഒരു ബാക്ക്ഗ്രൗണ്ട് റിവ്യൂ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോയിൽ എക്സാക്റ്റ് ആയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അതിന് ഡൗട്ടുള്ള കാര്യം ആ ഒരു വീഡിയോ റെഫർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ജൂപ്പിറ്റർ 110cc ഒരു ഫുൾ വേരിയൻറ്റ് ബാക്ക്ഗ്രൗണ്ട് റിവ്യൂ കാര്യങ്ങൾ. സോ നിങ്ങൾക്ക് ഇതിൽ ഡൗട്ടിൽ കാര്യങ്ങളിലെ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റയിൽ DM ചെയ്യുക. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ ദെൻ, ബൈ.